ഇനിയുള്ള 52 ദിവസക്കാലം കേരളത്തിൻ്റെ തീരദേശ മേഖലയിൽ വറുതിക്കാലമാണ്. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഈ കാലയളവിൽ, അതായത് 52 ദിവസക്കാലം ജൂലൈ 31 വരെ ഒരു കാരണവശാലും യന്ത്രവൽകൃത ബോട്ടുകളിൽ പോയി ആഴക്കടൽ മത്സ്യബന്ധനം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടലുകളിൽ അനുവദിക്കില്ല എന്ന് ജില്ലാ ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. മീനിൻ്റെ ഉൽപ്പാദനം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ട്രോളിംഗ് നിരോധനം വയ്ക്കുന്നത്. അത് ഈ 45 ദിവസത്തേക്ക് അത് അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല, ബോട്ടുകാർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നിരുന്നാലും ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ മത്സ്യം വന്നിറങ്ങുന്ന കാലഘട്ടങ്ങളാണ് ഈ കാലഘട്ടം. ഈ മഴക്കാലങ്ങളിൽ തന്നെയാണ് മത്സ്യങ്ങൾ കൂടുതൽ വന്നിറങ്ങുകയും ഉൽപ്പാദന ശേഷി കൂടുതലുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ ട്രോളിംഗ് നിരോധനം വച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഒന്നും കിട്ടത്തില്ല. കാര്യം എന്ന് പറയുമ്പോൾ അവർ മൊത്തത്തിൽ അങ്ങ് വാരിയടിക്കുകയാണ്. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു 4, 5, 10 വർഷം കഴിയുമ്പോഴത്തേക്കിനും മത്സ്യം മൊത്തത്തിൽ ഇല്ലാതാവും. അതേസമയം പരമ്പരാഗതമായി മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് 12 നോട്ടിക്കൽ മൈൽ അകലെ ഏകദേശം 22 കിലോമീറ്റർ കടലിൻ്റെ ഉള്ളിലേക്ക് പോയി മീൻ പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ ട്രോളിംഗ് നിരോധനം നിലവിൽ ഉള്ളപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഒരു കാരണവശാലും പരിധി ലംഘിച്ചുകൊണ്ട് കൂടുതൽ ഉള്ളിലേക്ക് പോയി മത്സ്യബന്ധനം നടത്താൻ പാടില്ല എന്ന് കർശനമായ നിർദ്ദേശം ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. മീനിപ്പം വളരെ കുറവാണ്. അത് ഇനി കോളാർ കാരണം കൊണ്ട് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് വന്നാൽ ഞങ്ങൾക്ക് ഭാഗ്യം. അല്ലായിരുന്നു ഇനി നമ്മൾ കണ്ട ഇപ്പോൾ ഈ എല്ലാ കാറ്റിനും കടലിലും പോയി കഷ്ടപ്പെടേണ്ട. അവിടെ പോയാലും കഷ്ടം, ഇവിടെ വന്നാലും കഷ്ടം. കാരണം മീനിൻ്റെ സീസൺ ഒത്തിരി കുറവും. അത് തന്നെ, ഇപ്പം മീനില്ല ഇവിടെ. ഒരു കാരണവശാലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പമ്പുകളിൽ അവിടെ നിന്നും കന്നാസുകളിലോ കുപ്പികളിലോ ഒന്നും ഡീസലോ മണ്ണെണ്ണയോ അതുപോലെ തന്നെ പെട്രോളോ ഒന്നും നൽകരുത് എന്നുള്ളൊരു കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. ഇത് കൃത്യമായി തന്നെ മത്സ്യത്തൊഴിലാളികൾ പാലിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയും ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങളോ അനിഷ്ട സംഭവങ്ങളോ നടന്നാൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി തീരദേശ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന പോലീസ് സ്റ്റേഷനുകൾക്കും അവിടുത്തെ SHOമാർക്കൊക്കെ കൃത്യമായ നിർദ്ദേശവും ജില്ലാ ഭരണകൂടം ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട്. മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് കൂടുതൽ മത്സ്യസമ്പത്ത് ലഭിക്കുന്നതിന് വേണ്ടി സർക്കാർ നടപ്പിലാക്കുന്ന ഒരു മാർഗം കൂടിയാണ് ട്രോളിംഗ് നിരോധനം. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരുടെയും ഒരു സഹകരണം കൂടി നമ്മുടെ സംസ്ഥാന സർക്കാരും ജില്ലാ ഭരണകൂടവും ഇപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട്. വിഴിഞ്ഞം തീരദേശ മേഖലയിൽ നിന്നും ക്യാമറാമാൻ പ്രശാന്തിനൊപ്പം BG മിനീഷ് കുമാർ, ജീവൻ ന്യൂസ്, തിരുവനന്തപുരം.